ഇറങ്ങാൻ നേരത്ത് രവിയുടെ കോള് രമ്യയ്ക്ക് വന്നു. ഹലോ, ഞാനിവിടുന്ന് ഇറങ്ങി. നീയോ? ഞാനും ഇറങ്ങാൻ പോകുന്നു. ഞാനേ നിൻ്റെ തുണിക്കടയുടെ ഫ്രണ്ടിൽ കൂടെ വന്നാൽ നിന്നെ കാണാൻ പറ്റുമോ? ഇന്ന് കാണണ്ട മനുഷ്യ, അങ്ങനെ കാണാനല്ല, ഞാൻ അതിലെ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നീ വെളിയിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കാണാനാണ്. ഓ അങ്ങനെയോ? അപ്പോൾ താമസിക്കില്ലേ? താമസിക്കത്തൊന്നുമില്ല. ഞാൻ മറ്റേ റോഡിൽ കൂടെ പോകുന്നതും ഈ റോഡിൽ കൂടെ പോകുന്നതും ഒക്കെ തുല്യം തന്നെയാണ്, അവൻ പറഞ്ഞു. കുറച്ച് ചുറ്റുണ്ടെങ്കിലും അവനത് അവളോട് പറഞ്ഞില്ല. അങ്ങനെ അവൾ ഇറങ്ങുന്ന സമയമായപ്പോഴേക്കും രവി ജസ്റ്റ് അതിലേക്കൂടെ വന്നു. സംസാരിക്കാൻ നിന്നപ്പോൾ അവൾ പറഞ്ഞു, വേണ്ട വേണ്ട, പൊയ്ക്കോ എന്ന് ആംഗ്യം കാണിച്ചു. അങ്ങനെ അവൻ നിരാശയോടെ വണ്ടി മുമ്പോട്ടെടുത്ത് പോയി. അവൻ വണ്ടിയുടെ കണ്ണാടിയിൽ കൂടി അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളും കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി. അങ്ങനെ അവൻ കടയിൽ കയറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. സിറ്റൗട്ടിലൊന്നും ആരുമില്ല. അവൾ താൻ താമസിക്കുമ്പോൾ മാത്രമേ സിറ്റൗട്ടിലൊന്നും നിൽക്കാറുള്ളൂ എന്ന് അവന് തോന്നി. അങ്ങനെ വണ്ടിയുടെ സൗണ്ട് കേട്ട് കുട്ടികൾ ചാടി ഇറങ്ങി. അതിൻ്റെ പിന്നാലെ സൗമ്യയും ഇറങ്ങി. അതിൻ്റെ പിന്നാലെ അമ്മയും. ഇതെന്താ എല്ലാവരും എന്നെ ഒരു അത്ഭുത ജീവിയെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അവൻ ചോദിച്ചു. പിന്നല്ലാതെ അത്ഭുതങ്ങളല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ. 2-3 ദിവസമായി താമസിച്ചുകൊണ്ട് വരുന്ന ആള് കറക്റ്റ് സമയത്ത് വന്നാൽ പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ അത്ഭുതമല്ലേ? കുട്ടികൾ ഓടി വന്ന് രവിയുടെ കയ്യിലിരുന്ന കവർ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവർക്കുള്ള സ്നാക്സ് കിട്ടി. അവരതിനാണ് ഓടിക്കൊണ്ട് വന്നത്. പിന്നെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും മീനുമൊക്കെ അമ്മയും സൗമ്യയും കൂടി വന്ന് അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ രവിക്കുള്ള ചായ എടുക്കാനായി സൗമ്യ അകത്തേക്ക് പോയി. നിങ്ങൾ ഫ്രഷ് ആയിട്ട് വാ, കൊണ്ടുവന്ന പലഹാരവും ചായയൊക്കെ കഴിക്കാം, അവൾ പറഞ്ഞു. അങ്ങനെ രവി ഫ്രഷ് ആവാനായി അകത്തേക്ക് പോയി. ഫ്രഷൊക്കെ ആയി ഹാളിൽ വന്നിരുന്നു. സൗമ്യ ചൂട് ചായയും അവൻ കൊണ്ടുവന്ന പലഹാരങ്ങളുമൊക്കെ ഒരു പാത്രത്തിലാക്കി അവിടെ കൊണ്ടുവച്ചു. എല്ലാവരും അതിൽ നിന്ന് എടുത്ത് കഴിച്ച് ചായയും കുടിച്ചു. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. കുറച്ചു നേരം എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ആദ്യമായിട്ടാണ് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുന്നത്, കുറേ കാലത്തിന് ശേഷം. അങ്ങനെ ഹാളിലിരുന്ന് സൗമ്യയോടും അമ്മയോടും ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ സന്തോഷമുള്ളതുപോലെ രവിക്ക് തോന്നി. താൻ അവരെ കൂടെ സംസാരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൗമ്യയോട് സംസാരിക്കാറുണ്ടെങ്കിലും അമ്മയോട് അധികം അങ്ങനെ സംസാരിക്കാറില്ല. അമ്മയ്ക്ക് എന്തോ ഹാളിൽ വന്നിരുന്ന് താൻ ഇത്തിരി നേരം ചെലവഴിച്ചപ്പോൾ ഒരു ആശ്വാസമുള്ളതുപോലെ അനുഭവപ്പെട്ടു. അങ്ങനെ ഈ സംസാരവും ടി വി കാണലും ചിരിയും കളിയും കുട്ടികളുടെ തമാശയും എല്ലാം കഴിഞ്ഞ് അത്താഴം കഴിക്കാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും കൈകഴുകി വന്നു. ആഹാരമൊക്കെ കഴിച്ച് സൗമ്യ അടുക്കള ക്ലീൻ ചെയ്യാനായി പോയി. അമ്മയും കുട്ടികളും റൂമിലേക്ക് പോയി. ആ സമയത്ത് രവി റൂമിൽ കുറച്ചു നേരം ഒറ്റയ്ക്കായിരുന്നു. അവൾ പാത്രം കഴുകിയിട്ട് ഒരു സമയമാകും വരാൻ, എന്തായാലും താമസിക്കും. അവൻ ഫോൺ എടുത്ത് രമ്യയ്ക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഹലോ, എവിടെ എൻ്റെ കുട്ടി? അപ്പോൾ തന്നെ മറുപടിയും വന്നു. എന്താ ഈ സമയത്ത്? അവള് അടുക്കളയിൽ പാത്രം കഴുകുന്നു. നീ ഫോണും കയ്യിൽ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു? രവി ചോദിച്ചു. ഞാനേ ഫോണിൽ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, അങ്ങനെയാണ് രവിയുടെ മെസ്സേജ് കണ്ടത്. ഇപ്പോൾ ഏത് സമയവും നിനക്ക് മെസ്സേജ് അയക്കണം, വിളിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. സത്യം പറഞ്ഞാൽ നല്ല സമയത്ത് നമുക്കൊരു പ്രണയവും തോന്നിയിട്ടില്ല അല്ലേ? അവൻ ചോദിച്ചു. കല്യാണത്തിന് മുൻപ് കുറേ സമയമുണ്ടായിരുന്നു, കല്യാണം കഴിച്ചതിന് ശേഷം ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രണയവും തോന്നിയിട്ടില്ല. നമ്മളിങ്ങനെ സമയം ചിലവഴിച്ചിട്ട് പോലുമില്ല അല്ലേ? എന്തോ നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണമായിരുന്നല്ലോ, അതുകൊണ്ടായിരിക്കാം. എന്തിനാ ഈ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നത്? വേദനിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയാതിരുന്നൂടെ? അവൾ ചോദിച്ചു. ഞാൻ ജസ്റ്റ് ഒരു തമാശ പറഞ്ഞില്ലേ, നീ സീരിയസ് ആക്കിയോ? പിന്നെ ഇപ്പോൾ എന്തോ ഞാനൊരു പ്രണയം അനുഭവിക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. പ്രണയം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനാണ് സൗമ്യ കൊണ്ടുവന്നിരിക്കുന്നത്. അവളെ കൂടെ പ്രണയം ആഘോഷിക്ക്. ചുമ്മാതെ ആവശ്യമില്ലാത്ത പുലിവാലെടുത്ത് വെക്കരുത്. അറിയാമല്ലോ, ഒരുപാട് അനുഭവിച്ച് കഷ്ടപ്പെട്ടാണ് രവി ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ നല്ലൊരു ജീവിതം കിട്ടി. ഇനി പുതിയ പ്രണയത്തിലോട്ടോ അല്ലെങ്കിൽ പഴയ പ്രണയത്തിലോട്ടോ ഒന്നും പോകാൻ നിൽക്കേണ്ട, അവൾ ഉപദേശിച്ചു. ഓക്കെ മാഡം, ഓക്കെ. കിടക്കുന്നില്ലേ? കിടക്കണം. കുഞ്ഞു ഉറങ്ങി. ഞാനിങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ രാത്രി ഉറക്കം വരാറില്ലേ? രാത്രി ഉറക്കമൊക്കെ വരും, പിന്നെ കുറച്ചൊക്കെ കഴിയും. കുറച്ചൊക്കെ എൻജോയ്മെൻറ്റ് വേണ്ടേ, അതുകൊണ്ട് ഫോണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ടേ കിടക്കാറുള്ളൂ, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ, ഞാനെങ്കിൽ ഫോൺ വയ്ക്കട്ടെ, അവൾ വരും ഇപ്പം, രവി പറഞ്ഞു. ഓക്കെ, ഫോൺ വെച്ചോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കട്ട് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞതും ഇന്ന് സൗമ്യ അകത്തേക്ക് വന്നു. എന്ത് ചെയ്യുവാ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ? എന്താ നിനക്ക് മാത്രം റീൽസ് കാണാൻ പറ്റത്തുള്ളൂ? എനിക്കെന്താ കണ്ടൂടെ? അവൻ ചോദിച്ചു. കണ്ടോ. അവൾ അകത്തേക്ക് കയറി കഥ കടച്ചു. വസ്ത്രം കുറച്ച് നനഞ്ഞിട്ടുണ്ടായിരുന്നു. വസ്ത്രമൊക്കെ മാറി ഫോൺ എടുത്ത് കട്ടിലിൻ്റെ സൈഡിൽ അവൾ റീൽസ് കാണാൻ തുടങ്ങി. അവന് ഒരാഗ്രഹം വന്നു. അവൾ എന്തായാലും റീൽസ് ശ്രദ്ധിച്ചിരിക്കുക. ആ സമയത്ത്
രമ്യയോട് ചാറ്റ് ചെയ്താലോ? വേണ്ട വേണ്ട, അവളുടെ ശ്രദ്ധയെങ്ങാനും ഒരു സെക്കൻഡ് ഫോണിലോട്ടായാൽ എല്ലാം അവസാനിക്കും. വെറുതെ അവിവേകം കാണിക്കണ്ട. അവനെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവൻ ഫോൺ അവിടെ വെച്ചിട്ട് അവളുടെ ഫോണിലേക്ക് നോക്കി റീൽസ് കാണാൻ തുടങ്ങി. നിങ്ങളെ ഫോണിൽ എന്താ മനുഷ്യ, റീൽസ് കാണാൻ പറ്റത്തില്ലേ? എൻ്റെ ഫോണിലോട്ട് എത്തി നോക്കാൻ വരുന്നു. എന്താ നിന്റെ ഫോണിൽ എത്തി നോക്കിയാ? ഞാൻ നിന്റെ ഫോണിലേ കാണുന്നുള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ കണ്ടോ. എന്നിട്ട് കമൻറ്റും എല്ലാം പറയാൻ വന്ന. ഞാൻ എന്തോ കമൻറ്റ് പറയാം, ഞാനൊരു പാവം. ഓ പാവം പാവം, പിന്നെ ഉറക്കത്തിലായിരിക്കും പാവം, അവൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുറേ നേരം റീൽസ് കണ്ടു. അതും സൗമ്യയുടെ ഫോണിൽ. രവിയുടെ ഫോൺ അങ്ങ് വെച്ചു. അവൾ ഇനി തൻ്റെ ഫോണെങ്ങാനും എടുത്ത് നോക്കിയാലോ? ഒന്നും ഇല്ല, എന്നാലും വേണ്ട എന്ന് അവൻ തോന്നി. അതുകൊണ്ട് തന്നെ അവളുടെ ഫോണിലാവുമ്പോൾ പ്രശ്നമില്ലല്ലോ. രവിയേട്ടൻ്റെ ഫോൺ എന്തിയേ? അത് ഞാൻ താഴെ വെച്ചിടി, ചാർജ് കുറവാ. ചാർജിങ്ങിനിട്. വേണ്ട, അത് രാവിലെ ഇടാം, അവൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം അവൾ ഫോൺ അങ്ങ് വെച്ചു. ഫോൺ വെച്ചതിന് ശേഷം രണ്ടുപേരും ലൈറ്റ് അണച്ച് കിടക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ ഇപ്പോൾ ലൈറ്റ് അണയ്ക്കണ്ട. എന്തു പറ്റി? എന്തോ ഒരു വല്ലാത്ത തലവേദന പോലെ. ഇതുവരെ നിങ്ങൾ ഫോൺ നോക്കിയിരുന്നപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലടി, എന്തോ വർക്കിൻ്റെയൊക്കെ ടെൻഷൻ ആയിരിക്കാം. ഞാൻ നാളെ കമ്പനിയിലോട്ടൊന്ന് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വർക്ക് ഇത്രയും കൂടുതൽ എന്തിനാ കൊടുക്കുന്നതെന്ന് ഞാൻ ചോദിക്കാം. അവൻ്റെ നെഞ്ചൊന്ന് കാളി. ദൈവമേ, അവള് കമ്പനിയിലോട്ട് അങ്ങനെ വിളിച്ചാൽ തീർന്ന്. നീ എന്തിനാ ഏത് സമയം കമ്പനിയിലോട്ട് വിളിക്കുന്നത്? ഇപ്പോൾ പഴയ സ്റ്റാഫുകളൊക്കെ മാറി ഏറെക്കുറെ എല്ലാം പുതിയ ആൾക്കാരാണ്. അയ്യോ, പഴയ ആൾക്കാരെല്ലാം മാറിയോ? മാറി. ഇപ്പോൾ ഏറെക്കുറെ പുതിയ ആൾക്കാരാണ്. 1-2 പേരും കണ്ടേ ഉള്ളൂ പഴയത്. അത് നീ അത്ര അടുപ്പമുള്ള ആൾക്കാരുമല്ല, അവൻ പറഞ്ഞു. അവൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ഇനി ഏത് സമയവും അവൾ കമ്പനിയിലോട്ടൊന്ന് വിളിക്കും എന്നുള്ള വർത്തമാനം നിർത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പുതിയ സ്റ്റാഫുകളൊന്നും വന്നിട്ടല്ല. അവൾക്കൊരു നിരാശ തോന്നി. ഇനി എന്തെങ്കിലും കാര്യത്തിന് ഞാൻ കമ്പനിയിൽ ആരെ വിളിക്കും? അതാ എന്നെ തന്നെ വിളിച്ചോ, അവൻ പറഞ്ഞു. നിങ്ങളുടെ ഒരു തമാശ. നിങ്ങളെ അല്ലെങ്കിൽ തന്നെ ആര് വിളിക്കാൻ വരുന്നു? അവൾ പറഞ്ഞു. എന്നെ ഇപ്പം വേണ്ട അല്ലേ? ഓ മനുഷ്യ. അവളോട് സംസാരിക്കുന്നെങ്കിലും അവൻ്റെ ചിന്ത മൊത്തം നാളെ ഉച്ചയ്ക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ചായിരുന്നു. കമ്പനിയിൽ എന്ത് പറയുമെന്ന ചിന്തയാണ് അവന്. മനസ്സറിഞ്ഞ് എന്തെങ്കിലും ഒരു കള്ളം കണ്ടുപിടിക്കണമെങ്കിൽ ലൈറ്റ് അണച്ച് കിടന്നാലേ പറ്റുകയുള്ളൂ. നീ ലൈറ്റ് അണയ്ക്ക്, നമുക്ക് കിടക്കാം. നിങ്ങളല്ലേ പറഞ്ഞത് ഉറക്കം വരുന്നില്ല, ലൈറ്റ് അണയ്ക്കണ്ടെന്ന്. ഇപ്പോൾ പറയുന്നത് ലൈറ്റ് അണയ്ക്കേ. കിടന്ന് നോക്കാടി, ചിലപ്പോൾ ഉറക്കം വന്നാലോ. അങ്ങനെ അവൾ ലൈറ്റ് അണച്ചു. ലൈറ്റ് അണച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചേർന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞ് സൗമ്യ ഉറങ്ങി. ഈ സമയം തന്നെ ആലോചിക്കാൻ പറ്റിയത്. അവൻ പല കാരണങ്ങൾ ആലോചിച്ച്. വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല, സൗമ്യയെ ബോധ്യപ്പെടുത്താനാണ്. അവൾക്ക് സംശയം വന്നാൽ തീർന്നല്ലോ, അതുകൊണ്ട് തക്കതായ കാരണം തന്നെ പറയണം. അവനിങ്ങനെ പലതും ആലോചിച്ചു. കാറിന് ചെറിയ പണിയുണ്ട്. നാളെ കാറും എടുത്തുകൊണ്ടാണല്ലോ പോണത്. കാറിന് പണിയുണ്ട്. പക്ഷേ കാറിൻ്റെ പണി ഇപ്പോൾ അർജൻറ്റായിട്ട് തീർക്കേണ്ടതല്ല. അത് പിന്നെ ചെയ്താലും മതി. അത്യാവശ്യം കാർ ഓടുകയും ചെയ്യും. ആ കാറിൻ്റെ പണിക്കായിട്ട് വർക്ക്ഷോപ്പിൽ കയറിയെന്ന് തന്നെ പറയാം. അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ. കമ്പനിയിലും അത് തന്നെ പറയാം. അപ്പോൾ ആർക്കും പ്രശ്നം വരില്ല. സൗമ്യയ്ക്കും പ്രശ്നം വരില്ല, കമ്പനിയിലും പ്രശ്നം വരില്ല. ആഹാ, എന്ത് നല്ല ഐഡിയ. അവൻ അതും ആലോചിച്ച് കിടന്നു. നേരം വെളുത്തതും പെട്ടെന്ന് തന്നെ ഓഫീസിൽ പൊക്കാളാൻ വയ്യാത്ത ടെൻഷനായിരുന്നു രവിക്ക്. അങ്ങനെ പതിവ് പോലെ എല്ലാവരും ഓരോ കാര്യങ്ങളും കഴിഞ്ഞ് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഇറങ്ങാനായി പോയി. അങ്ങനെ വാതിൽക്കൽ തന്നെ അമ്മാവിയും മരുമോളും നിൽപ്പുണ്ടായിരുന്നു. ടാറ്റയൊക്കെ പറഞ്ഞ് കുട്ടികളെ സ്കൂളിലാക്കിയതിന് ശേഷം രവി ഓഫീസിലേക്ക് പോയി. രമ്യയെ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഇവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഫോൺ എടുക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ട്രൈ ചെയ്യാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ട്രൈ ചെയ്തു. അപ്പോൾ അവൾ ഫോൺ എടുത്തു. എനിക്ക് ഐഡിയ കിട്ടി കേട്ടോ. ഐഡിയ കിട്ടി. എന്താ ഐഡിയ? ഉച്ചയ്ക്ക് ലീവ് എടുക്കുന്നതിനെ പറ്റിയേ. അത് ശരി. എന്തോ കിട്ടിയത്? ഞാൻ ഈ കാറിന് ചെറിയ പണിയുണ്ടെന്ന് പറഞ്ഞു അവളടുത്ത്. അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്നതെന്ന് സമയത്ത് വിളിച്ച് പറയാം. കാറിന് പ്രശ്നമോ ഓടുന്നില്ല എന്ന് പറയാം. കമ്പനിയിലും അത് തന്നെ പറയാം. അത് നല്ല ഐഡിയ, അവൾ പറഞ്ഞു. നീ ഇന്ന് തന്നെ പറയത്തില്ലേ മനോജിൻ്റെ അമ്മയെ കാണാൻ പോണെന്ന്? അത് ഞാൻ പറയാം. ചെന്ന ഉടനെ അത് തന്നെ പറയാം, അവൾ പറഞ്ഞു. കുഞ്ഞിനെ ഡേ കെയറിൽ നിന്ന് നേരത്തെ എടുത്തോണ്ട് പോവാം. അമ്മയെ കാണിക്കാനാന്ന് പറയുമ്പം പ്രശ്നമില്ല, എല്ലാം സേഫ് ആവും. ഓക്കെ. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ലീവ് എടുത്ത് വീടും വസ്തുവും കാണാൻ പോകുന്നതിനെ പറ്റി പ്ലാൻ ചെയ്തു. ഫോൺ വെച്ചു. അങ്ങനെ അവന് എത്രയും പെട്ടെന്ന് ഉച്ച സമയം ആവണമെന്നായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ച് ഉടനെ തന്നെ ഇറങ്ങാം. സഹപ്രവർത്തകരെല്ലാം എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ രവി എല്ലാവരോടും പറഞ്ഞു, എനിക്കിന്ന് 1:30-2 മണിയാകുമ്പോൾ ഇറങ്ങണം. നീ ഇവിടെ പോകുന്നു? എൻ്റെ കാറ് നല്ല കംപ്ലൈൻറ്റ്, ഇന്ന് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇറങ്ങി ഷോറൂമിൽ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അത് ശരി. കുറേ വർഷമായോ കാറ് വാങ്ങിച്ചിട്ട്? കുറേ വർഷമായി. ഒത്തിരി നാളുകൊണ്ട് പണിയായി. ഇപ്പോൾ ഓടുന്നതിനൊക്കെ വല്ലാത്ത പ്രശ്നം, ബ്രേക്കും എല്ലാം. അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഓക്കെ. അവൻ രമ്യയും വിളിച്ച് പറഞ്ഞു, എടി ഞാൻ എൻ്റെ കാറൊന്ന് ശരിയാക്കാൻ വർക്ക്ഷോപ്പിൽ കയറും കേട്ടോ. കാറ് ഇച്ചിരി പണിയാണല്ലോ.
അത് ഇന്ന് ശരിയാക്കണോ? കാറ് രാവിലെ അങ്ങോട്ട് ഓടിയപ്പോഴും പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ ശരിയാക്കി നേരത്തെ ഇറങ്ങി ശരിയാക്കാൻ കൊടുത്താൽ വൈകുന്നേരം കിട്ടുമല്ലോ. പിന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പാടാ അവർക്ക് തരാൻ. ഓ ശരി, എന്നാൽ കൊടുത്തിട്ട് വാ. അവൾ പറഞ്ഞു. എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കണോ? അത് ഞാൻ അപ്പോൾ പറയാം, രമ്യ പറഞ്ഞു. അപ്പോൾ തൽക്കാലം കാറൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക, അപ്പോൾ ഞാൻ പറയാം. അവൾ ഫോൺ വെച്ചു. അങ്ങനെ ഉച്ച സമയമായി. ആഹാരം സൗമ്യ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് ആഹാരമൊക്കെ കഴിച്ച് മറുതലയ്ക്കൽ രമ്യയും ആഹാരമൊക്കെ കഴിച്ച് രാവിലെ തന്നെ അവൾ മാനേജരോട് പറഞ്ഞിരുന്നു, എനിക്ക് മനോജിൻ്റെ അമ്മയെ ഒന്ന് കാണാൻ പോകണം, കുറേ കാലമായി കാണാൻ പോയിട്ട്. അമ്മയ്ക്കാണെങ്കിൽ വയ്യ എന്ന് പറയുന്നു. ഓക്കെ ഓക്കെ മോളെ പൊയ്ക്കോ. അങ്ങനെ അവൾക്ക് അവിടെ നിന്നും ലീവ് കിട്ടി, രവിക്ക് ഇവിടെ നിന്നും ലീവ് കിട്ടി. അങ്ങനെ 2 മണിയായപ്പോൾ രവി കമ്പനിയിൽ നിന്നും ഇറങ്ങി. മറുതലയ്ക്കൽ രമ്യയും കമ്പനിയിൽ നിന്നും ഇറങ്ങി. അവൾ ഡേ കെയറിലേക്ക് പോയി കുഞ്ഞിനെ എടുത്തിട്ട് കാത്തു നിൽക്കാം. അപ്പോഴേക്കും രവി ഇങ്ങെത്തും. അങ്ങനെ അവർ വസ്തുവും വീടും കാണാനായി പോവുകയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിൻ്റെ അടുത്ത ഭാഗമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.